വാർത്തകൾ. ശബരിമല മുതൽ തിരുനക്കര വരെ നീളുന്ന അഴിമതി. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ. ലക്ഷ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ പദവി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പിടിച്ചുകുലുക്കി. കോടികളുടെ സ്വർണ്ണക്കൊള്ളയിലും ആന എഴുന്നള്ളിപ്പ് തട്ടിപ്പിലും ഉന്നത ഉദ്യോഗസ്ഥന് പങ്കെന്ന് സെറ്റ്. കോട്ടയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അറസ്റ്റിൽ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ചെമ്പ് തെളിഞ്ഞതോടെ പ്രത്യേക അന്വേഷണ സംഘം സെറ്റ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവി ലക്ഷ്യമിട്ടാണ് ഇദ്ദേഹം വ്യാപകമായ തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്തതെന്നാണ് സൂചന. പ്രധാന തട്ടിപ്പുകളും ആരോപണങ്ങളും ആനക്കൊള്ള. ആന എഴുന്നള്ളിപ്പുകൾക്കായി സ്പോൺസർമാരിൽ നിന്ന് വലിയ തുക കൈപ്പറ്റിയ ശേഷം ആന ഉടമകൾക്ക് നാമമാത്രമായ തുക മാത്രം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്തു. സ്ഥലങ്ങൾ തോറും തട്ടിപ്പ്. ഏറ്റുമാനൂർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ, വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ, തിരുനക്കര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ തുടങ്ങിയ തസ്തികകളിൽ ഇരുന്നിരുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇദ്ദേഹം ക്രമക്കേടുകൾ നടത്തിയതായി അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിത്തം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് സംശയാതീതമായി തെളിഞ്ഞതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിലവിൽ സെറ്റ് ലോക്കപ്പിലുള്ള മുരാരി ബാബുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. ഈ തട്ടിപ്പുകൾക്കെല്ലാം ഇദ്ദേഹത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതർ ആരെല്ലാമെന്ന് ചോദ്യം ചെയ്യലിലൂടെ പുറത്തുകൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണിത്. ന്യൂസ് CET തിരുവനന്തപുരം.